ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിവിടെ മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മീനൊന്ന് ക്ലീൻ ആക്കാം. അതിൻ്റെ മണ്ടയ്ക്കത്തെ ചെതുമ്പലൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്കൊന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡ് ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് താഴത്തെ സൈഡിലെയും ചെതുമ്പൽ ഇതുപോലെ തന്നെ നമുക്ക് കളയാം. അപ്പോൾ നമുക്ക് മീനിൻ്റെ താഴത്തെ സൈഡ് നമുക്കൊന്ന് കണ്ടിച്ച് കളയാം. കാരണം അതിൻ്റെ അകത്ത് നല്ല വേസ്റ്റ് ഇരിപ്പുണ്ടാകും, നമുക്ക് എടുത്ത് കളയണം. അപ്പോൾ നമുക്ക് താഴെ നല്ലോണം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ മുമ്പ് പറഞ്ഞ പോലെ നല്ല വേസ്റ്റ് ഇതിൻ്റെ തിരിപ്പുണ്ട്, അതെല്ലാം നമുക്കൊന്ന് എടുത്ത് മാറ്റാം. മാറ്റി അതിൻ്റെ കഴുകി ക്ലീനാക്കി ഒന്ന് എടുക്കണം. Something to hold on to, gotta find it first. But here I am, 'cause I've been laying under palm trees, waiting for the summer, knowing there's nowhere to go. 'Cause I am happy on this island, wanna be my farmland. I don't ever want to leave, I'm in a tropic club. അപ്പോൾ നമ്മളിവിടെ അടുത്തായിട്ട് എടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, അതുപോലെ തന്നെ കുരുമുളക് പൊടി, അത് നാലുമാണ് നമ്മളെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിത് നാലൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ വെള്ളമല്ല ഉപയോഗിക്കുന്നത്, നമ്മൾ എണ്ണയാണ് ഉപയോഗിക്കുന്നത്. എണ്ണ ഒഴിച്ച് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമുക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്ന മീൻ നമുക്ക് അടുപ്പിച്ചടുപ്പിച്ച് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കണം. അതിന് നല്ല ഒരു മീഡിയം ആഴത്തിൽ നമ്മൾ ഒന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ അടുത്ത സൈഡ് നമുക്കൊന്ന് വരഞ്ഞു കൊടുക്കാം. അപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് നമുക്ക് രണ്ട് സൈഡും വരഞ്ഞിട്ടുണ്ട്.
അപ്പോൾ നന്നായിട്ട് തന്നെ വരഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ പുരട്ടി വെച്ചിരിക്കുന്ന അരപ്പ് നമുക്ക് ഈ മീനിലോട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്തൊക്കെ നല്ലോണം തേച്ച് പിടിപ്പിക്കാം. അപ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അരപ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു 30 മിനിറ്റ് വെക്കാം. അതിനുശേഷം നമ്മൾ അടുപ്പ് കത്തിക്കാൻ പോവാണ്. അതിനുവേണ്ടി ശകലം മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അടുപ്പ് നല്ലോണം കത്തി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേളിലോട്ട് നമുക്ക് ചട്ടി വെച്ച് കൊടുക്കാം. നമ്മൾ വറക്കാൻ ഉപയോഗിക്കുന്ന ചട്ടി വെച്ച് കൊടുക്കാൻ പോവാണ്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലോണം എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീൻ നമുക്ക് ഇതിൻ്റെ തൊട്ടൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിടണം. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ട് ആ സൈഡ്. അപ്പോൾ ഇപ്പുറത്തെ സൈഡ് നമുക്ക് അതുപോലെ തന്നെ 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് ഫ്രൈ റെഡി ആയിരിക്കുകയാണ്. നമുക്കിതൊന്ന് ഒരു വാഴയിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഒരു ട്രഡീഷണൽ ലുക്കിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാഴയിലേക്ക് മാറ്റിയത്. അപ്പോൾ നമ്മുടെ മീൻ ഫുള്ളായിട്ട് റെഡി ആയിരിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ rohithz. See you soon. Bye.